അളവ് പോലും അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അയാളോട് കാട്ടുന്നത് ക്രൂരതയല്ലേ? താങ്കൾ തന്നെ ഒരു പൊതു ചർച്ചയിൽ പറഞ്ഞത് ഇതൊരു സ്മാർത്ഥ വിചാരണയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു ബോധ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ആർജവത്തോടെ അത് പറയാൻ കഴിയണം. ശരത്തെ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോ ഇത് വീണ്ടും നമ്മൾ കേൾക്കുമ്പോ നമുക്കിതൊക്കെ വലിയ തമാശയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അന്ന് ഈ സമയങ്ങൾ മുഴുവൻ വിനിയോഗിച്ചതാണല്ലോ എന്ന് ചോദിക്കും. ഇവിടെ ഷുക്കൂർ വക്കീൽ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇരകൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ആരാണ് ഇവിടെ ഇര? മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കണമല്ലോ. ഒരു സംസ്ഥാനത്ത് ഒരാളെ കുറിച്ച് തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാരന് സംരക്ഷണം കൊടുക്കാൻ അത് സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ. അത് കൊടുത്തില്ല എങ്കിൽ പിന്നെ ആരാണ് കൊടുക്കേണ്ടത്? പക്ഷേ WCC മുമ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആര് വേണമെങ്കിലും പരാതിയായിട്ട് വന്നു. എവിടെ പോയി സാർ? ഹേമ കമ്മീഷനും അതിനുശേഷം എടുത്തുള്ള കേസുകളുമൊക്കെ. ആ കേസ് അന്വേഷിക്കാൻ 2 IPS ഉദ്യോഗസ്ഥന്മാരും അവർക്ക് താഴെ എത്രയോ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണങ്ങൾ നടത്തി. എന്തെങ്കിലും കേസിൽ തുമ്പുണ്ടായോ? ആരെങ്കിലും കേസുമായിട്ട് വന്നിട്ടുള്ളതാ? പക്ഷേ അതിന് ആധാരമായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. എത്ര പ്രബലനായ ഒരു പ്രതി വന്നിട്ടും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. അന്ന് സ്റ്റേറ്റിന് കൊടുത്തൊരു മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് അതിൽ വളരെ പ്രകടമായി വളരെ പ്രസക്തമായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രശ്നം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശക്തമായൊരു വിമർശനം ഉയർന്നപ്പോൾ ശ്രീ സേനാപതി, നിങ്ങൾ നടപടി ചിലതൊക്കെ എടുത്തു, പക്ഷേ എടുത്ത നിങ്ങൾ തന്നെ ആ നടപടിയിലൊന്നും ഒരു വിശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ വിവരങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു നടപടി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ നടപടി ഒട്ടും ആത്മാർത്ഥമായി എടുത്തതല്ല എന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. ശരത്ത് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞില്ല എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിനകത്തു നിന്നും രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടും എന്തുകൊണ്ട് ആ നടപടിയിലേക്ക് പോകുന്നില്ല എന്നാണ് അങ്ങ് ചോദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പറഞ്ഞത് പൂർത്തിയാക്കിക്കോളൂ സർ. പറയും ഞാനത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഇപ്പോഴും ഈ എന്താ പറഞ്ഞ ഗർഭഛിദ്രം നടന്നു. നമ്മുടെ നാട്ടിൽ ഗർഭഛിദ്രം നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല. ഗർഭഛിദ്രത്തിന്റെ ചില കാരണങ്ങളിലാണ് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാരാണ് ഗർഭഛിദ്രം ചെയ്തത്? ഈ ഗർഭഛിദ്രത്തിനുള്ള കാരണം എന്താണ്? ഇവ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരണമല്ലോ. അതല്ലാതെ ഗർഭഛിദ്രം എന്നുള്ളൊരു പദം കേട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഏതെങ്കിലും വാട്സാപ്പ് മെസ്സേജുകളുടെ പേരിൽ MLA മാർ രാജിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നാളെ ഒരാൾക്കും ചിലപ്പോൾ MLA ആയിട്ട് തുടരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ചതിന് ശേഷം പറയുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങൾ. അത് ഇനി അത് മാത്രമല്ല, ഒറ്റ വാക്കുകൂടി പറഞ്ഞുകൊണ്ടിയാ, ഇനിയിപ്പോ ഞങ്ങള് അദ്ദേഹത്തോട് രാജിവെക്കണം എന്നങ്ങ് പറയുകയാണെന്ന് വിചാരിച്ചു. കോൺഗ്രസ് പാർട്ടി പറയുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്നയാള് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നയാള് അദ്ദേഹം പറയാൻ എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ ബലമായിട്ട് പാർട്ടി ഓഫീസിൽ വെച്ച് അയാളുടെ രാജിക്കത്ത് എഴുതി മേടിക്കാനായിട്ട് പറ്റൂ. ഇനി നിങ്ങൾ പറയായിരിക്കും MLA മണ്ഡലത്തിൽ ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് എന്താ പറഞ്ഞേ നമ്മുടെ തടിമല്ലിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ അദ്ദേഹത്തെ ചിലപ്പോൾ ഇറങ്ങാനൊന്നും നിങ്ങൾ അനുവദിക്കില്ലായിരിക്കാം. അതൊക്കെ എന്താ പറഞ്ഞ മസിൽ പവറിന്റെ പേരിൽ നിങ്ങൾ അതൊക്കെ മസിൽ പവറിന്റെ പേരിൽ. പക്ഷെ അതൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താ പറഞ്ഞ നമുക്ക് പറയാം ഞങ്ങൾ അയാളെ കാലുകുത്താൻ ശരിയാ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു MLA കേരളത്തിൽ ഏതെങ്കിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ വേറൊരു കാര്യമാണ്, ഇന്നലെ ചെയ്യുന്ന ഒരു അബദ്ധം അത് നാളെ ആചാരമായിട്ട് മാറും. നാളെ ഇത് CPM ശക്തി കുറഞ്ഞിടത്തോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ശക്തി ഉള്ളിടത്തും ഒക്കെ ഇത് ആവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു.